ഹാഷിം, ഈ ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ ക്രമക്കേടിൽ മാത്രം നിൽക്കുന്നില്ല. ഞാൻ നേരത്തെ കേരളകൗമുദിയിൽ വന്ന ഒരു വാർത്ത പറഞ്ഞു. 100ഓളം പരാതികൾ ഇതിനകം വന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് മുൻപ് 3 ദിവസം മുൻപ് നമ്മൾ PSCയെ ബന്ധപ്പെടുത്തിയ ഒരു ചർച്ച നടക്കുമ്പോൾ 90 പരാതികൾ എന്ന വാർത്തയാണ് വന്നത്. മറ്റൊന്ന് കേൾക്കുന്നത് കേര ഫെഡിലെ അസിസ്റ്റന്റ് ഓർ കാഷ്യർ നിയമനത്തിൽ റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചു എന്ന വാർത്തയാണ്. അതായത് നിലവിലുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ നിയമനം നടത്തണമെന്ന് സർക്കാർ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലിരുന്ന കേസാണ് എന്നറിഞ്ഞിട്ടും അത് മറച്ചുവെച്ച് പുതിയ വിജ്ഞാപനമിറക്കി നിയമവിരുദ്ധമായി നിയമനം നടത്തിയെന്നാണ് ആക്ഷേപം, പരാതി. ഇതൊക്കെ കാണുമ്പോഴാണ് ഹാഷിം നേരത്തെ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് അതീതമായി കേരളം വെള്ളരിക്ക പട്ടണമാണോ എന്ന ചോദ്യം യുവാക്കൾ ഉയർത്തുന്നത്. എന്നോടാണ് ചോദ്യം. ഞാൻ കഴിഞ്ഞ ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 100, 100, 1000 പരാതികൾ വരട്ടെ. പരാതികൾ എടുക്കേണ്ട പരാതികളാണെങ്കിൽ ബന്ധപ്പെട്ടവരെടുത്ത് അന്വേഷണം നടത്തുമല്ലോ. അന്വേഷണം നടത്തി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, ഏത് ഏരിയയല്ല, ജില്ലയല്ല, ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും എവിടെ പോയാലും തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിൽ നിന്ന് പിറകോട്ട് പോകാൻ ഒരു നിലക്കും ഉദ്ദേശിക്കുന്നില്ല. ബേസിൽ നേരത്തെ ഇവിടെ എടുത്തു പറഞ്ഞു, അങ്ങനെ പോയാൽ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ പോകാൻ കഴിയുന്നിടത്ത് കഴിയെങ്കിൽ നിങ്ങൾ പോകണം. അത് നിങ്ങൾ കേരളത്തോട് പാലിക്കേണ്ട മര്യാദയില്ല. കാരണം മാൻഡേറ്റ് ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ബഹുഭൂരിപക്ഷം ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുത്ത നിരക്ക് ഇതൊരു അനൗൺസ്മെന്റിനപ്പുറം ഇത് നിയമപരമായിട്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളത് കണ്ടെത്തണമല്ലോ. അവിടെയല്ലേ കഴിവ് തെളിയിക്കേണ്ടത്. നമുക്കിപ്പം ചാനലുകളിൽ വന്നിട്ട് നമ്മൾ തമ്മിലുള്ള പാനലിസ്റ്റുകൾ തമ്മിലുള്ള നാക്കുകൊണ്ടുള്ള അടിയല്ലല്ലോ പ്രധാനം. ക്രിയാത്മകമായിട്ടൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടി തറപ്പിച്ച് പറഞ്ഞു, പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം തീർച്ചയായിട്ടും. ഇനി ഇല്ലാത്തതാണെങ്കിൽ അതും ബഹുജന സമത്വം വരട്ടെ, അവരും മനസ്സിലാക്കട്ടെ, ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ അന്വേഷണം നടത്തിയിട്ട് കുറ്റവാളികളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് നടന്ന ഒരു അഴിമതിയാണെന്നത് പറയാലോ. എന്നാൽ ഞങ്ങൾ പറയുന്നത്, അത്തരത്തിലൊന്ന് കണ്ടുപിടിക്കാൻ ഉള്ള തെറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഈ സംവിധാനത്തിന്റെ പേരിൽ. അതുപോലെ തന്നെ ഇതിന് രാഷ്ട്രീയ നേതൃത്വം നൽകിയെന്നതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന് ഉറപ്പുണ്ട്. കൈ ശുദ്ധമാണെന്ന് വിളിച്ചു പറയുന്നത് വെറുതെ അല്ല. അത് കളങ്കമാണെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം, നിങ്ങൾ പണിയെടുക്കുക. എല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പണിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോ കേന്ദ്രത്തിന്റെ കാര്യമൊന്നും പറയാൻ ഇതൊന്നും പോകുന്നില്ല. മനു കേരളത്തിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. കേരളത്തില് കേന്ദ്ര സംവിധാനത്തിൽ എത്ര കാലയളവ്, 12 വർഷത്തിനിടയിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുത്തിട്ടുള്ളത്? എന്ത് സുതാര്യത അടിസ്ഥാനത്തിലാണ് അതൊക്കെ നടക്കുന്നത്? പല ക്യാമ്പുകളും, മിലിറ്ററി ക്യാമ്പുകളും അവിടെ അതുപോലെയുള്ള സംവിധാനങ്ങളും ഏത് രൂപത്തിലാണ് നടന്നു വരുന്നത്? മിലിറ്ററിയുടെ സംവിധാനങ്ങൾ പോലും അട്ടിയിളക്കുന്ന രൂപത്തിൽ ബദൽ സംവിധാനം കൊണ്ടുവന്നിട്ട് അട്ടിമറിക്കുന്ന സാഹചര്യം പോലും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പറയുന്ന ബോർഡുകളിൽ BJP ഭരിക്കുന്ന ബോർഡുകളിൽ എത്ര ബോർഡുകളിലാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികളിലുള്ളവരെ കേന്ദ്രത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഒരു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട്, വൈസ് ചെയർമാൻ, കേരളത്തിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. അതാരാണെന്നറിയോ? ഫാത്തിഹ, അതായത് ഒരു മുസ്ലിം നിർബന്ധമായിട്ടും 17 പ്രാവശ്യം ഉച്ചരിക്കേണ്ടുന്ന ഫാത്തിഹ പോലും അറിയാത്ത ഒരാളെ പിടിച്ചിട്ട് വഖഫ് ബോർഡിന്റെ തലപ്പത്ത് കൊണ്ട് നിർത്തിയ ഒരു ഗവൺമെന്റ് അത് കേന്ദ്രം ഭരിക്കുന്നത്. അവരാണ് ഇനി സംസ്ഥാനത്ത് വന്നിട്ട് ഇതൊക്കെ നേരെയാക്കും എന്ന് പറയുന്നത്. ഭരിക്കുന്ന പാർട്ടി അവരുടെ ബോർഡുകളിൽ തീർച്ചയായിട്ടും ആ പാർട്ടിയുമായിട്ട് ആഭിമുഖ്യമുള്ളവരെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ് കേരളത്തിൽ, ഇന്ത്യയിലുള്ളത്. ആ സംവിധാനം കേരളത്തിലുണ്ട്. LDF വരുമ്പോൾ മാത്രം LDFന്റെ ആളുകളെ വെച്ചതല്ലല്ലോ. UDF വരുമ്പോൾ UDFന്റെ ആളുകളെ വെച്ചിട്ടില്ലേ? ഈ കുറ്റ്യാടി മത്സരിച്ചിരിക്കുന്ന ഇസ്മായിൽ, അദ്ദേഹം TT ഇസ്മായിൽ, അദ്ദേഹം വഖഫ് ബോർഡ് PSC മെമ്പർ ആയിട്ടില്ലേ? അതുപോലെ തന്നെ കോഴിക്കോട് 2 വിജയിച്ച KP രാമൻ, അദ്ദേഹം PSC മെമ്പർ ആയിട്ടില്ലേ? MLA ആയിരുന്ന ആളല്ലേ?
അദ്ദേഹത്തിന് രാഷ്ട്രീയമല്ല അവിടെ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞത് അവര് മോശക്കാരെന്നല്ല പറഞ്ഞത്. രാമമാഷ പോലെയുള്ള ആളുകള് വളരെ നിഷ്പക്ഷമായിട്ട്, അദ്ദേഹം വളരെ നിഷ്പക്ഷമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തെന്ന് ബോധ്യമുണ്ടെന്ന് നിൽക്കാൻ ഞാൻ പറയുന്നത്. ആളുകൾ അത്തരത്തിൽ വിലയിരുത്തുന്നത് വലിയ തെറ്റാണ്. പിന്നെ ഈ പറച്ചിൽ കേട്ടാൽ വിചാരിക്കും SFIക്കാരന് നേടിയത് തെച്ചും അഴിമതിയിലൂടെയാണ്. എങ്ങനെയാണ് ഒരു ഈ നാട്ടിലെ യുവതയെ മൊത്തം നോക്കിയിട്ട് അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് അവർ ചെയ്ത അവരുടെ എഫർട്ടിനെ അപമാനിക്കുന്നതിന് നമുക്കൊരു മനസാക്ഷി കുത്തുവേണ്ടേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒച്ചയെടുക്കാം, നിങ്ങൾക്ക് ബഹളമുണ്ടാക്കാം, പക്ഷെ പറയുന്നത് നീതിയായിരിക്കണം. ഇവിടെ SFIക്കാരൻ മാത്രമല്ല, KSUക്കാരൻ മാത്രമല്ല, ABVPക്കാരൻ മാത്രമല്ല, രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും വിവിധ തരത്തിലുള്ള ആളുകൾ തൊഴിൽ നേടിയിട്ടുണ്ട്. ഈ നേടിയവരുടെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ മാർക്ക് എടുത്തിട്ടെന്ന് നമുക്ക് വിലയിരുത്താം. എന്നിട്ട് അവരൊക്കെ ചെയ്തത് തെറ്റാണെന്ന് പറയുക. ആ പറയുന്ന ആരാണ്? നിങ്ങൾ യുവജനങ്ങൾ എന്ന് അത് പറയാന്ന് പറഞ്ഞാൽ വലിയ മോശമുള്ള കാര്യമല്ലേ? ഈ എഴുതി പരീക്ഷ എഴുതി അതിന്റെ പേരിൽ ജോലി കിട്ടി കുടുംബം പുലർത്തുന്ന 10 വർഷം ഇക്കാലത്തിനിടയ്ക്ക് ആ ജോലി നേടിയിരുന്ന ആളുകളെ അപമാനിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണ്. പകരം നിങ്ങൾ പറയുന്നത് അഴിമതി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടത്തിയിട്ടുണ്ടോ, ആളുകളെ തിരികെ കയറ്റിയിട്ടുണ്ടോ, പരീക്ഷ അട്ടിമറിച്ചിട്ടുണ്ടോ? അത് ഒരു സിസ്റ്റത്തിന് ഉത്തരവാദപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ അവർ ചെയ്യുന്ന അഴിമതിയാണെങ്കിൽ അവരെ കൊണ്ടുവരേണ്ടുന്ന ബാധ്യതക്ക് നിങ്ങളോടൊപ്പം ഇടതുപക്ഷം ഉണ്ടാവും, ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും അതിൽ നിന്ന് ശരി അങ്ങ് പറഞ്ഞു വരുന്നത് ഒരു സമവായത്തിന്റെ ശൈലിയാണ്. നോക്കൂ, എനിക്കെപ്പോഴും ഓരോ ചർച്ചയും രണ്ട് സ്വഭാവം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഒന്ന്, എല്ലാവർക്കും ഉത്തരം പറയാനുള്ള സമയം കൊടുക്കണം. സമയം തരും. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ സാർ, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം എന്ന് പറയുന്നത് സമവായമല്ല, നിങ്ങളോടൊപ്പം കൂടി എന്ന് തന്നെ നിങ്ങൾ കരുതിക്കും. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ചർച്ചയിലും ഓരോരുത്തർക്കും പറയാനുള്ളത് അനുവദിച്ചു കൊടുക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ചർച്ചയുടെ അവസാന ഘട്ടത്തിലെങ്കിലും നമ്മൾ യുവതയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയം മറന്ന് സംസാരിച്ചും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയെടുത്തും ഒരു അഭിപ്രായ സ്വരൂപണം ഉണ്ടാക്കിയെടുത്തുമൊക്കെ ചർച്ച അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇനിയുള്ള ഒരു 20-22 മിനിറ്റ് ബാക്കിയുണ്ട്. ആ സമയത്ത് യുവാക്കൾക്ക് വേണ്ടി രാഷ്ട്രീയം മറന്ന് നിങ്ങളൊക്കെ പ്രതികരിച്ചാൽ വളരെ സന്തോഷം. നിങ്ങൾ 3 പേരും യുവാക്കളാണ്, യുവതയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.